അടുത്തതായിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇതിനു മുൻപ് ഈ വേദിയിൽ എത്തിയിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാജീവ് ആറ്റുകാൽ. യെസ്. അപ്പൊ രണ്ടാം വട്ടമാണ് കോമഡി മസാലയില്. അതെ, തീർച്ചയായും രണ്ടാമതും വരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഓക്കെ, ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാല് നല്ല അഭിപ്രായങ്ങളായിരുന്നു. അന്ന് മൊത്തത്തിൽ ഗെറ്റപ്പ് വേറെ ആയിരുന്നു. അതെ അതെ, ആളെ മനസ്സിലാവണില്ലേ ഇപ്പൊ? അതെ, രജനീകാന്ത്, ഷാറൂഖ് ഖാൻ, വടിവേലു, അങ്ങനെ 3 വ്യത്യസ്തമായ ഫിഗറുകളാണ്. അപ്പൊ ഇന്നും ഫിഗർ ആണോ? ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 ഫിഗറുകളാണ്. ഓക്കെ, അത് വേറൊന്നുമല്ല, ഷാറൂഖ് ഖാൻ, രജനീകാന്ത്, പിന്നെ ഒരു വ്യത്യസ്തമായ ഫിഗർ പ്രഭാസിന്റെ ഫിഗറാണ്, ബാഹുബലി, അങ്ങനെ 3 ഫിഗർ. ഓക്കെ, അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവർക്ക് താടിയുള്ള ഗെറ്റപ്പ്, അതുകൊണ്ടായിരിക്കുമല്ലോ താടി വെച്ച് വന്നത് അല്ലേ? യെസ്. അപ്പൊ ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? ഷാരൂഖ് ഖാന്റെ ഫിഗർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഞെട്ടിച്ചതാണ്. അപ്പൊ ഇന്ന് വ്യത്യസ്തമായ ഇവരുടെ 3 മേക്ക് ഓവറുകൾ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത് ആൻഡ് പ്രഭാസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് രജനീകാന്തിന്റെയാണ്. യെസ്. சண்டை போட்டு காக்குறவன். இந்த கரிகாலரோட முழு ரவுடித்தனத்தை நீங்க பார்த்ததில்லைல்ல, பாப்பீங்க. അപ്പൊ രാജീവിന്റെ വക കാലായിലെ രജനീകാന്തിന്റെ ഫിഗർ ആണ് ചെയ്തത്. അപ്പൊ താടി വെച്ചത് നന്നായി. അപ്പൊ ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോണേ? അടുത്തത് റൈസ് ഫിലിമിലെ ഷാറൂഖ് ഖാന്റെ. ഓക്കെ, റൈസ് ഫിലിമിലെ ഷാറൂഖ് ഖാനെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. अम्मी जान कहती थी कोई धंधा छोटा नहीं होता और धंधे से बड़ा कोई धर्म नहीं होता. जिसको तू धंधा बोलता है ना, क्राइम में वो धंधा बंद कर ले वरना सांस लेना भी मुश्किल कर दूंगा. गुजरात की हवा में व्यापार है साहिब. मेरी सांस तो रोक लोगे, लेकिन इस हवा को कैसे रोकोगे? അടുത്തതായിട്ട് രാജീവ് ആറ്റുകാൽ നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത് ബാഹുബലിയിലെ പ്രഭാസ് ആയിട്ടാണ്. அமரேந்திர பாகுபலியாகிய நான் மகிழ்மதி மக்களின் உடல், பொருள், மானம், உயிர் காப்பேன் என்று உயிர் தியாகம் செய்யவும் தயங்க மாட்டேன் என்று ராஜமாதா சிவகாமி தேவியின் சாட்சியாக பிரமாணம் செய்கிறேன். நீரின் அருகில் இருக்கும் வரைக்கும் என்னை கொல்லும் ஆண்மகன் இன்னும் பிறக்கவில்லை மாமா. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ആ ഒരു 3 ഫിഗർ. പക്ഷെ ഞാൻ പറയട്ടെ, രാജീവ് ഇപ്പൊ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് മീശയില്ലാത്ത നമ്മുടെ ഷാരൂഖ് ഖാനാണ് അല്ലേ? എല്ലാവരും കൂടുതൽ അതിന് തന്നെയല്ലേ അഭിപ്രായം പറയാറ്. ആൻഡ് എന്തായാലും ഇതൊരു നല്ല ട്രൈ ആയിരുന്നു. വെരി ഗുഡ്. പുതിയ പുതിയ അറ്റംപ്റ്റ്സും ആയിട്ട് അപ്പം വീണ്ടും നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് രാജീവ്.